ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിച്ചീസ് ഫുഡ് ഹബിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഒരു നാടൻ വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം കുക്ക് ചെയ്യാൻ അച്ഛനും കൂടി ചേരുന്നുണ്ട്. അച്ഛൻ്റെതാണ് ഈ നാടൻ റെസിപ്പി. നമുക്കതിലേക്ക് കടക്കാം. ഒരു ചുവട് കട്ടിയുള്ള പാൻ എടുക്കുക. അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ലെണ്ണയാണ്. 1/2 കിലോ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അച്ചാറുണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമുള്ള 150 മില്ലി നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നന്നാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തെടുക്കാം. 1/2 കിലോ വെളുത്തുള്ളി തൊലി കളഞ്ഞ് എടുത്തിട്ടുള്ളതാണ് ഇത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് വേകുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വെന്ത് വന്നാൽ മതിയാകും. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം എണ്ണയിൽ നിന്ന് വെളുത്തുള്ളി ഒന്ന് മാറ്റിയെടുക്കണം. വെളുത്തുള്ളി ശരിക്കും ചൂടാറിയ ശേഷമാണ് ഇതിലേക്ക് പൊടികൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ചൂടാറുമ്പോഴേക്കും നമുക്ക് പൊടികളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തിളപ്പിച്ചാറിയ 1 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 60 ഗ്രാം അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കിലോ വെളുത്തുള്ളിക്ക് 60 ഗ്രാം അച്ചാർ പൊടി മതിയാകും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ചേർക്കുന്നത് ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ വിനാഗിരി വേണം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി വഴറ്റിയ എണ്ണയും ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരല്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയുമായിട്ട് പിന്നെ വരാം. താങ്ക് യു.